മലയാളത്തിലെന്നല്ല, ഏത് ഇന്ത്യൻ ഭാഷയിലുള്ള ഒരു റോസ്റ്റിംഗ് ചാനൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, സിനിമയൊക്കെ റോസ്റ്റ് ചെയ്യുന്ന ചാനലുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബാലയ്യയുടെ ഒരു സിനിമയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു രംഗമെങ്കിലും ചിലപ്പോൾ റോസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അങ്ങനെ റോസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന സിനിമകൾ പുള്ളിയുടെ ലൈനപ്പിൽ ഒത്തിരി ഉണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളൊന്നും കണ്ടിട്ടില്ല, വളരെ കുറച്ച് പടങ്ങളെ കണ്ടിട്ടുള്ളൂ. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ പുള്ളിയുടെ സിനിമകൾ തിയേറ്ററിൽ കാണാനുള്ളതാണ്. പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെ ഒപ്പം പോയിരുന്ന് കാണണം. രക്തം തിളച്ച് വരുന്ന ഫാൻസ് എന്നൊക്കെ പറയില്ലേ, ആ റേഞ്ചിൽ പുള്ളിക്ക് വേണ്ടി ജയ് വിളിച്ചുകൊണ്ട് സിനിമ കാണുന്ന ആൾക്കാരുടെ കൂടെ ഇരുന്ന് അങ്ങനെ കാണിക്കുന്നതൊക്കെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഭയങ്കര രസമാണ്. പുള്ളി കാണിക്കുന്നതൊക്കെ ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ഹെവി സാധനങ്ങളും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് എപ്പോഴെങ്കിലും റോസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയൊക്കെ ഉള്ള കണ്ടൻറ്റാണ്. പക്ഷേ അത് തിയേറ്ററിൽ അതിൻ്റെ ഒരു ടോട്ടൽ പാക്കേജിംഗ് ഉണ്ട്. അതിൻ്റെ ഒരു മ്യൂസിക് സൈഡാണെങ്കിലും വിഷ്വൽ ഇമ്പാക്റ്റിന് വേണ്ടി അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണെങ്കിലും പുള്ളിയുടെ ഒരു ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അതൊരു ബാലയ്യ പടമാണ്. ബാലയ്യ പടം നമ്മൾ നല്ല തീപ്പൊരിയായിട്ടിരുന്ന് കാണേണ്ട അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ബാലയ്യയോട് സ്നേഹം കൂടി തുടങ്ങുന്നതിന് ഒരു കാരണമുണ്ട്. അത് നമ്മൾ ഈ സിനിമയുടെ പോസിറ്റീവ്സ് പറയുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ബാലയ്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഡാക്കു മഹാരാജ് എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ ഒരു റോസ്റ്റിംഗ് വീഡിയോ റീലോഡ് മീഡിയ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റീലോഡ് മീഡിയയുടെ റോസ്റ്റിംഗ് വീഡിയോസൊക്കെ എടുത്ത് കണ്ട് നോക്കാറുള്ളതാണ്. അപ്പോൾ ആ ഒരു റോസ്റ്റിംഗ് വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്, പുള്ളീനെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറയണം എന്ന് വിചാരിക്കുകയാണ്. ഈ റോസ്റ്റിംഗ് എന്ന് പറയുന്നത്, മൂവി റോസ്റ്റിംഗ് എന്ന് പറയുന്നത് അതൊരു സെപ്പറേറ്റ് ഷോ പരിപാടിയായിട്ട് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റോസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില സിനിമകളുണ്ടാവും. പക്ഷേ അത് ഏതോ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങുകയും അത് കണ്ട് കുറച്ച് ആളുകളെങ്കിലും, വളരെ കുറച്ച് ആളുകൾ, ചിലപ്പോൾ ആ സംവിധായകൻ്റെ നിർമ്മാതാവിൻ്റെ ബന്ധുക്കളായിരിക്കും, അവരെങ്കിലും എൻജോയ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഈ റോസ്റ്റിംഗ് വീഡിയോ അവർ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് എന്താണ്, എന്തിനാ ഈ പടത്തിനെയൊക്കെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണത് എന്നുള്ളതാണ്. പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ച് അതിൽ കുറേ ഫൺ എലമെൻറ്റുകളൊക്കെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതിൽ കുറച്ച് കളിയാക്കപ്പെടേണ്ടതായ പിന്നീട് ആവർത്തിക്കേണ്ട ആവശ്യമില്ലാത്തതെന്നൊക്കെ തോന്നുന്ന, അങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് സഭ്യമായ ഭാഷയിൽ ആ സിനിമയെ വേറൊരു ആംഗിളിൽ രസകരമായി നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുക എന്നുള്ളൊരു ആംഗിളിൽ അതിനെ എടുക്കുകയാണെങ്കിൽ ഏത് സിനിമയും നമുക്ക് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ റോസ്റ്റിംഗ് പാളി പോവുമായിരിക്കും. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അതൊരിക്കലും റോസ്റ്റ് ചെയ്യപ്പെടാൻ പാടില്ലാത്തൊരു സിനിമയാണ് എന്നില്ലല്ലോ. ഇപ്പോൾ നരസിംഹം എന്ന് പറയുന്ന സിനിമയിലെ ഒരു ചെറിയ രംഗം എടുത്തു വെച്ചാൽ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. മണപ്പള്ളി പവിത്രൻ നിമഞ്ജനം ചെയ്യാൻ വേണ്ടി കുടത്തിൽ പൊടിയൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ അത് നിമഞ്ജനം ചെയ്യിക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ദുചൂടൻ, മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം വലിയ ഡയലോഗ് എല്ലാം പറയുന്നുണ്ട്. 6 വർഷം ജയിലിൽ കിടന്ന ആൾ 6 വർഷത്തിന് ശേഷം വരികയാണ്. കാര്യം ഇതിൻ്റെ ഇടയിൽ പുള്ളി ഒരു ടൈം ഗ്യാപ്പ് എടുത്ത് വേറെ എവിടെയെങ്കിലും പോയതായിട്ട് സിനിമയിൽ പറയുന്നില്ല. 6 വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് നായിക കഥാപാത്രത്തിനോട് ഇയാൾ പറയുന്നത്. അപ്പോൾ 6 വർഷം ജയിലിൽ കിടന്നിട്ട് ഈ പുള്ളി തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് മണപ്പള്ളി പവിത്രനോട് ഇദ്ദേഹം പറയുന്ന ഡയലോഗ്, ഇന്ദുചൂടൻ എന്നൊരു വ്യക്തിയല്ല, നീ കാണ് എന്ന് പറയുമ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ ഓടി വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവരൊക്കെ ആരാ? ആ സിനിമ കാണുമ്പോൾ എനിക്ക് ആ സീൻ രോമാഞ്ചമാണുള്ള കാര്യമൊക്കെ ഉള്ളതുപോലെ പറയാം. പക്ഷേ ഇവരൊക്കെ ആരാ? 6 കൊല്ലം ജയിലിൽ കിടന്ന ഒരാൾ, അതിനു മുമ്പ് ആളുകളെ സഹായിച്ച് അങ്ങനെയൊന്നുമല്ല, അയാൾ പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. മാത്രമല്ല അന്ന് സംഭവമൊന്നും ആയിരുന്നില്ല എന്നുള്ളത് ഇന്നൊരു വ്യക്തിയല്ല എന്ന് പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 6 കൊല്ലം ജയിലിൽ കിടന്നിട്ട് വന്ന ഒരാൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന് ഈ ഡയലോഗ് എല്ലാം അടിച്ചിട്ട് വിളിക്കുന്നത് വരെ ഈ 100-500 ആൾക്കാർ കാത്തിരിക്കുക. ഇവരൊക്കെ ആരാ? ആരാ? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കണ്ട, ഞാൻ ആരാ ചേട്ടാന്ന്. അതിൽ ആകെയുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ജയിലിൻ്റെ മതിലിന് ബോംബിട്ട് പൊട്ടിച്ച് ആ ജയിലിൽ കിടന്ന ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് രക്ഷപ്പെടുത്തിയ ആളെന്നുള്ള രീതിയിൽ വരാം. അല്ലാതെ നോക്കുമ്പോൾ ഇവരൊക്കെ ആരാ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗോഡ് ഫാദർ സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. കുറേ ഇതിനൊക്കെ ഒരു രസം എന്നുള്ളൊരു ആംഗിളിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് കുറേ രസമായിട്ട് സംസാരിക്കാനുണ്ടാവും. അല്ലാതെ എനിക്കിഷ്ടപ്പെട്ട സിനിമയെക്കുറിച്ച് ഇവൻ ആരാ പറയാൻ എന്ന് പറയുന്ന ആംഗിളിലൊക്കെ നോക്കി കാണുന്നത്, ഞാൻ അത്തരം ചില കമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കണ്ടന്റ് ചെയ്ത ആളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറുന്ന പോലെ തോന്നി. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അയാൾക്ക് റോസ്റ്റ് ചെയ്യാൻ അവകാശമുള്ളതുപോലെ അയാളുടെ വർക്കിനെ റോസ്റ്റ് ചെയ്യാനുള്ള അവകാശം കാണുന്നവർക്കും ഉണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് വിയോജിക്കാനുള്ള എല്ലാ അവകാശവും എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷെ അതിൻ്റെ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്ന് ആക്രമിക്കുന്നതിന് ഒരു ചെറിയ ലിമിറ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അതൊരു കാര്യമുള്ള വിമർശനമായിരിക്കണം. ഇപ്പോൾ വ്യക്തി ജീവിതം മുഴുവൻ പബ്ലിക്കാക്കി ഞാനൊരു നന്മ മരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വ്യക്തി ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള വൃത്തികേടുകളെക്കുറിച്ച് അവരുടെ കുടുംബാംഗങ്ങൾ വന്ന് വെളിപ്പെടുത്തുന്ന പല കാര്യങ്ങളും സംഭവിക്കാറുണ്ടല്ലോ, സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ആളുകളുടെ ഉൾപ്പെടെ. അത്തരം കാര്യങ്ങളിൽ അവിടെ ചർച്ചയാവുന്നത് അയാളുടെ പേഴ്സണൽ ലൈഫ് തന്നെയാണ്. അവിടെ നമ്മൾ വിമർശിക്കുമ്പോൾ ആ കാര്യവും കാരണമൊക്കെ കിടക്കുന്നത് ആ ഒരു സെഗ്മെൻറ്റിലാണ്. പക്ഷേ ഇവിടെ ഒരു ആർട്ട് വർക്ക് അല്ലെങ്കിൽ ഒരു സിനിമയെ ഒരാൾ
വിമർശിക്കുന്നു. ഇപ്പം ഞാനും സിനിമയൊക്കെ നെഗറ്റീവ്സ് പറയുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാരെയൊക്കെ വിളിക്കാറുണ്ട്. ഒരാൾ നമ്മുടെ അടുത്ത് വന്നിരുന്ന് കൂട്ടുകാരാ നിങ്ങൾ ചെയ്തത് ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞ് അതിനെ ന്യായമായി വിമർശിക്കുന്നതും പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് അപ്പുറത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതും രണ്ടാണ് എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് ആ പറയുന്ന അറ്റാക്ക് ചെയ്യുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ, ആരെ കണ്ടാലും കുറയ്ക്കും എന്ന് പറയുന്ന അതിന് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ആ ഒരു പരിധി, ഒരു ബൗണ്ടറി സ്വന്തമായി മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കാമെന്ന് വെച്ചാൽ. ഡാക്കു മഹാരാജ് എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് എത്ര പേര് പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല, ബാലയ്യയുടെ ഇതിന് മുൻപ് വന്നൊരു സിനിമയിലും ഈ സിനിമയിലും കാണുന്ന ഒരു കാര്യം, ഈ പെൺകുഞ്ഞെന്ന് പറയുന്ന, അതായത് കുട്ടിയായിരിക്കുമ്പോൾ ഒരു മകൾ, ആ മകളോടുള്ള ഇയാളുടെ ഒരു സ്നേഹമുണ്ട്. അവളുടെ ചിരി കാണുന്ന സമയത്ത്, അവൾ ഓടിക്കളിക്കുന്നത് കാണുന്ന സമയത്ത്, അവൾക്ക് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്ന സമയത്ത് ഇയാളുടെ ഒരു സന്തോഷം, ഈ ക്യാരക്ടറിൻ്റെ ഒരു സന്തോഷം നമ്മൾ കാണുന്നുണ്ട്. തൊട്ട് മുമ്പ് ശ്രീലീല ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മകളായിരിക്കുന്ന കുട്ടിക്കാലം മുതൽ അവളെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് വരിക, ആൻഡ് അവൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കുക, അവളെ ഈ ലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ബാലയ്യെ പോലൊരു താരം അത് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആരാധകർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് വെൽ എഡ്യൂക്കേറ്റഡ് മറ്റേ പരിപാടികൾ എന്നുള്ളതിൻ്റെ കൂടെ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അത് കാണുന്നുണ്ട്. മൂന്നാമതും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്നുള്ള കാരണം കൊണ്ട് സ്വന്തം ഭാര്യയെ കൊല്ലുന്ന ആൾക്കാരുള്ള, അതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്നുള്ളത് കൊണ്ട് ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുന്ന, ഭാര്യയെ തള്ളിപ്പറയുന്ന, കൊല്ലാൻ പോലും മടിക്കാത്ത, അത്രയും മോശമായി പെൺകുഞ്ഞുണ്ടാവുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന കുറേ ആളുകൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിലേക്ക് ഒരു പെൺകുഞ്ഞുണ്ടാകുമ്പോഴുള്ള, ഇപ്പം പെൺകുട്ടികൾ അച്ഛൻ മകൾ സ്നേഹമൊക്കെ പല സിനിമകളിലും കാണിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ മിക്കവാറും സംഭവിക്കുന്നത് ഒന്നെങ്കിൽ ആ പെൺകുട്ടി മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഒളിച്ചോടി പോവുകയോ റേപ്പ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് സങ്കടപ്പെടുന്ന അച്ഛൻ എന്ന് പറയുന്ന ഒരു ലെവലിലൊക്കെയാണ് കാണിക്കുക. പക്ഷേ ഈ വളർന്നു വരൽ എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടല്ലോ, ഒരു പെൺകുഞ്ഞിൻ്റെ ചിരി കാണുമ്പോൾ അത് ഉണ്ടാക്കി തരുന്നൊരു ആനന്ദം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഈ പുള്ളിയുടെ എക്സ്പ്രഷൻസ് ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു സൊസൈറ്റിയിൽ ഇങ്ങനൊരു താരം ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യാന്ന് പറയുന്നത്, ഡാക്കു മഹാരാജിൽ ആ കുട്ടിയുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവൾ ചിരിക്കുമ്പോൾ ആ ചിരി സ്ലോ മോഷനിൽ കാണിച്ചിട്ട് നേരെ ബാലയ്യയിലേക്കാണ് പോകുന്നത്. ഒരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മകളാണുള്ളതെങ്കിൽ എന്ത് രസമായിരുന്നേനെ എന്നൊക്കെ ചിന്തിക്കുന്ന പോലെ. മകനുണ്ടാവുന്നത് കുറ്റമാണെന്നോ ആമ്പിള്ളേരുണ്ടെങ്കിൽ കാര്യമില്ലെന്നോ ഒന്നുമല്ല. പക്ഷേ പെൺകുട്ടികൾ വളരെ മോശമായി ട്രീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള ഇമോഷൻസിനെ ഭയങ്കര രസമായി അവതരിപ്പിക്കുക എന്ന് പറയുന്നത്, അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമുക്ക് പെട്ടെന്ന് പ്രത്യക്ഷത്തിലൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ അങ്ങനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ എഡിറ്റിങ്ങും ട്രാൻസിഷൻസും ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഒന്ന് രണ്ട് ഇടങ്ങളിൽ എനിക്ക് കണ്ടിന്യൂറ്റി ഇഷ്യൂസ്, കാര്യം സിനിമയുടെ തുടക്കത്തിൽ ഇതിൻ്റെ ഇൻ്റർവെലിനോട് അടുത്ത് നടക്കുന്ന കുറച്ച് സീക്വൻസുകളാണ് കാണിക്കുന്നത്. അതേ സീക്വൻസ് കഥ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്താകുമ്പോഴേക്കും അവിടെ ഇതല്ലല്ലോ കാണിച്ചത് എന്ന് തോന്നിപ്പിക്കുന്ന പോലത്തെ കുറച്ച് സാധനങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇല്ലോജിക്കലായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. സിനിമയുടെ തുടക്കത്തിലൊക്കെയുള്ള മറ്റേ ഈ നമ്മുടെ നായകൻ വരുമ്പോൾ ഭൂമി മുഴുവൻ കുലുങ്ങുന്നു എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഈ ബാലയ്യ പടത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതാണ് ഞാൻ പറഞ്ഞത്. അത് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. കാര്യം ആ ഒരു സൗണ്ട് എഫക്റ്റിൽ ഇത്രയും വലിയൊരു സ്ക്രീനിൽ കാണുമ്പോൾ നല്ല ഗുമ്മായിട്ടിരിക്കും. പക്ഷേ അതിന് ഇല്ലോജിക്കൽ എന്ന് വിളിക്കാവുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു റോസ്റ്റബിൾ ഫാക്ടറിലേക്ക് പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പോലീസുകാരി ക്യാരക്ടറിനൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്, അതൊക്കെ ഒരു ഐ ക്യാൻഡി പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിൽക്കട്ടെ, പോസിറ്റീവ്സും നെഗറ്റീവ്സും മിക്സ് ചെയ്താണ് പറയുന്നത്. മ്യൂസിക് ഈ സിനിമയെ സംബന്ധിച്ച് ഹെവി വർക്ക് തമൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ ഇമോഷണൽ രംഗങ്ങളൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ആ മ്യൂസിക് ഇങ്ങനെ എലിവേറ്റ് ചെയ്യുക, സീൻ നല്ല അടിപൊളിയായിട്ടാണ് അവർ എടുക്കുന്നത്. അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ കാര്യങ്ങളും ഒക്കെ നമുക്ക് കണ്ടിരിക്കാനുള്ളതുണ്ട്. അതിൻ്റെ കൂടെ ഈ മ്യൂസിക്കും കൂടി ഇമോഷണലി കയറി അങ്ങ് പിടിക്കുമുണ്ടല്ലോ, മാൻ അടിപൊളിയാണ്. ഒരു തങ്കച്ചി പാസം എന്നൊക്കെ പറയുന്ന തങ്കച്ചി അണ്ണൻ പരിപാടികളിലേക്കൊക്കെ സിനിമ ഒരു സമയത്ത് ഒന്ന് തിരിയുന്നുണ്ട്, ഒത്തിരി ഒന്നുമില്ല, കുറച്ച്. പക്ഷെ അവിടെയൊക്കെ വരുന്ന ടോണിൽ എവിടെയോ ഒരു തെറി BGM കയറി വന്നോ എന്നെനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ഓവറോൾ ഭയങ്കര രസമായിട്ടാണ് പോകുന്നത്. ആൻഡ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ ഒരു ഘടകം ഉൾപ്പെടെ കുറച്ചധികം കാര്യങ്ങൾ. പിന്നെ ഈ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, ഒരു ഗ്രാമത്തിൻ്റെ, ഞാൻ പറയുകയാണെങ്കിൽ ഇത് വിജയ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സ്കെയിലൊക്കെ ഒരുപാട് മാറുമായിരിക്കും. പക്ഷേ ഒരു വിജയ് പടത്തിനുള്ള സാധനം ഉണ്ട്. ഒരു ടിപ്പിക്കൽ ബാലയ്യ പടത്തിൻ്റെ മറ്റേ എങ്ങും തൊടാതെ പോകുന്ന കഥ എന്നൊക്കെ പറയുന്ന പരിപാടിയിൽ നിന്ന് കുറച്ചും കൂടി നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. അതിൽ ഇമോഷൻസ് നന്നായിട്ട് വർക്കാവുന്നുണ്ട്.
ഈ സിനിമ പറഞ്ഞു വെക്കുന്ന കുറേ കാര്യങ്ങൾ അത് എന്താണെന്നറിയോ, ഇതിൻ്റെ അകത്ത് ഈ വില്ലന്മാരായിട്ട് വരുന്ന ആളുകൾ അവരുടെ കുടുംബ പശ്ചാത്തലത്തെ കാണിക്കുമ്പോൾ, അവിടെ സ്ട്രഗിൾ ചെയ്യപ്പെടുന്ന ആളുകളെ കാണിക്കുമ്പോൾ, ഇവിടെയൊക്കെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളെ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട് സിനിമ. അതിനൊക്കെ ഒരു സ്റ്റഡി ക്ലാസ് ഒരു രീതിയിൽ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുന്നില്ല, എന്നാൽ ഒത്തിരി കാര്യങ്ങളെ പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. നല്ല പ്രകടനങ്ങളുള്ള സിനിമ എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ബാലയ്യ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സിനിമയിൽ. പുള്ളിയുടെ ഇമോഷൻസും എക്സ്പ്രഷൻസും ഒക്കെ, ഡയലോഗ് ഡെലിവറിയൊക്കെ പുള്ളിയുടെ പഴയ പരിപാടികളൊക്കെ തന്നെയാണ്. നല്ല മ്യൂസിക്, നല്ല വിഷ്വൽസ് ഉള്ള, എന്താ പറയുക, ഈ ബാലയ്യ പടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് പുള്ളിയുടെ പഴയ ഡാൻസ് അല്ലെങ്കിൽ ഈ ട്രെയിൻ പിടിച്ചു നിർത്തൽ പോലത്തെ അങ്ങനത്തെ കുറേ വിഷ്വൽസൊക്കെ ചിലപ്പോൾ മനസ്സിലുണ്ടാവും. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ ബാലയ്യ കുറച്ച് രസമുള്ള എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു തോന്നലുളവാകത്തക്ക രീതിയിൽ ബാലയ്യയുടെ ഒരു മുഴുനീള സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ കണ്ടു തുടങ്ങാൻ പറ്റുന്നൊരു പടം എന്നാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാൻ തോന്നുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് സിനിമ റിലീസായിരിക്കുന്നത്. തിയേറ്ററിൽ കാണാൻ പറ്റില്ല, എനിക്കതിൽ സങ്കടമുണ്ട്. പറ്റുകയാണെങ്കിൽ ഒറിജിനൽ ലാംഗ്വേജിൽ കാണുക. അപ്പോൾ പുള്ളിയുടെ ഡബ്ബിങ് പരിപാടികളൊക്കെ നമുക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ഒരു ടോൺ കാര്യങ്ങളെന്നൊക്കെ. ഈവൻ സിനിമ തുടങ്ങുമ്പോൾ തമിഴായിരുന്നു എൻ്റെ ലാംഗ്വേജ് സെലക്ട് ആയിട്ടുണ്ടായിരുന്നത്. അത് കേട്ടു തുടങ്ങിയപ്പോഴേ എന്തോ ഒരു അലർജി തോന്നി. ഞാൻ അപ്പം തന്നെ ലാംഗ്വേജ് മാറ്റി. സബ് ടൈറ്റിൽ ഉണ്ടല്ലോ. ഒരു എൻജോയബിൾ ബാലയ്യ പടം വിത്ത് എ ലോട്ട് ഓഫ് ഇമോഷൻസ് ആൻഡ് മെസ്സേജസ്. ബോബി കൊള്ളിയാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. പുള്ളി തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ചെയ്തിട്ടുള്ളത്. ബോബി ഡിയോളിൻ്റെ പെർഫോമൻസ് അതെടുത്ത് പറയണം. അങ്ങേരുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ആയിട്ട് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വിജയ് കാർത്തിക് കണ്ണൻ്റെ ക്യാമറയാണ്. റൂബൻ നിരഞ്ജൻ ദേവരമണെ ആണ് എഡിറ്റിംഗ് കാണിക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തമൻ്റെയാണ് ഞാൻ നേരത്തെ പുകഴ്ത്തിയ മ്യൂസിക്. പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ഫീൽ ചെയ്തിട്ടുള്ളൊരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി വായിച്ചിട്ട് സിനിമ കാണണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായിക്കും. സിനിമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.